ഹലോ ഗൈസ്, ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് OCA ആപ്ലിക്കേഷൻ എങ്ങനെ ചെയ്യാം എന്നുള്ളതാണ്. OCA ഓവർസീസ് സിറ്റിസൻസ് ഓഫ് ഇന്ത്യ. OCA ആപ്ലിക്കേഷൻ എങ്ങനെ ചെയ്യാം എന്നുള്ളതാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ. കമ്പ്യൂട്ടർ അറിയാവുന്ന ഏതൊരാൾക്കും സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ആപ്ലിക്കേഷനാണ് OCA ആപ്ലിക്കേഷൻ എന്നുള്ളത്. OCA അപ്ലൈ ചെയ്യുന്നതിന് മുമ്പ് നിങ്ങൾ എലിജിബിലിറ്റി ചെക്ക് ചെയ്യുക. അതിനായി നമ്മൾ ഓൺലൈൻ OCA സർവീസിലാണ് നമ്മളുടെ ആപ്ലിക്കേഷൻസ് ഫുള്ള് സബ്മിറ്റ് ചെയ്യുന്നത്. നിങ്ങൾ ഏത് രാജ്യത്താണോ ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്യുന്നത് ആ രാജ്യത്ത് നിന്ന് നിങ്ങൾക്ക് ഈ ഒരു വെബ്സൈറ്റ് ഓപ്പൺ ചെയ്യാവുന്നതാണ്. OCA അപ്ലൈ ചെയ്യുന്നതിന് മുമ്പ് അതിൻ്റെ അകത്ത് കുറച്ച് കാര്യങ്ങൾ നമ്മൾ വായിച്ച് മനസ്സിലാക്കണം. അതുപോലെ തന്നെ നമുക്ക് ഫോട്ടോസ്, ഏത് ഫോട്ടോ അപ്ലൈ ചെയ്യുന്ന ആ ഫോട്ടോയുടെ ഹൈറ്റും വെയ്റ്റും അതുപോലെ തന്നെ അതിൻ്റെ പിക്സലിൻ്റെ മെഷർമെൻറ്റ് കറക്റ്റായിട്ട് എടുത്ത് വെക്കുക. അതൊരു നിങ്ങളുടെ കമ്പ്യൂട്ടറിലോ അപ്ലൈ ചെയ്യുന്ന ഡിവൈസിലോ സേവ് ചെയ്ത് വെക്കുക. OCA അപ്ലൈ ചെയ്യാനായിട്ട് ആഫ്റ്റർ രജിസ്ട്രേഷൻ കഴിഞ്ഞിട്ടുള്ള പ്രൊസീഡ് എന്ന് പറഞ്ഞ ലിങ്കിൽ ക്ലിക്ക് ചെയ്യുക. പിന്നെ ഒരു കാര്യം, നമ്മൾ OCA അപ്ലൈ ചെയ്യുമ്പോൾ നമ്മളുടെ സപ്പോർട്ടിംഗ് ഡോക്യുമെൻറ്റ്സ് എല്ലാം അപ്ലോഡ് ചെയ്യേണ്ടത് ഓൺലൈനാണ്. ഈ ഒരു OCA ഓൺലൈൻ സർവീസിൽ തന്നെയാണ് നമ്മളത് ചെയ്യേണ്ടത്. നമ്മൾ ഈ വീഡിയോയിൽ അത് കാണിക്കുന്നതാണ്. ഇൻസ്ട്രക്ഷൻസ് എല്ലാം വായിച്ച് നോക്കിയതിന് ശേഷം നിങ്ങൾ പ്രൊസീഡ് അക്സെപ്റ്റ് ചെയ്ത് കണ്ടിന്യൂ ചെയ്യുക. ഐ ഹാവ് റീഡ് ദ ഇൻസ്ട്രക്ഷൻസ്. അതിൻ്റെ അത് കൊടുത്തിട്ടുണ്ട്. കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയ കാര്യങ്ങൾ, നിങ്ങളുടെ വാലിഡ് ആയിട്ടുള്ള പാസ്പോർട്ട് ആയിരിക്കണം. നിങ്ങൾ ഫോറിൻ പാസ്പോർട്ട് കിട്ടിയതിന് ശേഷം ആ ഫോറിൻ പാസ്പോർട്ട് വാലിഡ് ആയിരിക്കണം നിങ്ങൾ ഈ ഒരു OCA കാർഡ് അപ്ലൈ ചെയ്യുന്ന സമയത്ത്. കാരണം നമ്മുടെ ഫോറിൻ പാസ്പോർട്ടിൻ്റെ വാലിഡിറ്റിക്ക് അനുസരിച്ചാണ് നമ്മുടെ OCA ആപ്ലിക്കേഷനിലും അപ്ലൈ ചെയ്ത് നമുക്ക് കിട്ടുന്ന OCA കാർഡിലെയും വാലിഡിറ്റി വരുന്നത്. OCA ആപ്ലിക്കേഷൻ എടുക്കുന്നതിനുള്ള ബെനിഫിറ്റ് എന്ന് പറഞ്ഞാൽ, കാരണം നമ്മളൊരു ഫോറിൻ പാസ്പോർട്ട് നമ്മൾ ഹോൾഡർ ആണെങ്കിൽ, ഫോർ എക്സാമ്പിൾ നമുക്ക് ബ്രിട്ടീഷ് പാസ്പോർട്ട് ആണെങ്കിൽ ഇന്ത്യൻ നാഷണാലിറ്റി റൂൾസ് അനുസരിച്ച് നമ്മൾ വേറൊരു കൺട്രിയിൽ നമ്മൾ നാഷണാലിറ്റി നേടിക്കഴിഞ്ഞാൽ നമുക്ക് ഇന്ത്യയിൽ ഡ്യുവൽ സിറ്റിസൺഷിപ്പ് അവൈലബിൾ അല്ല. നമ്മുടെ ഇന്ത്യൻ പൗരത്വം സറണ്ടർ ചെയ്യേണ്ടതുണ്ട്. നമ്മൾ OCA അപ്ലൈ ചെയ്യുന്നതിന് മുമ്പ് നമ്മൾ ഇന്ത്യൻ പാസ്പോർട്ട് സറണ്ടർ ചെയ്യണം. ഇന്ത്യൻ പാസ്പോർട്ട് സറണ്ടർ ചെയ്യുന്ന വീഡിയോ നമ്മൾ വേറൊരു വീഡിയോ ആയിട്ട് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ഡീറ്റെയിൽ ഡിസ്ക്രിപ്ഷനിലും അത് കൊടുത്തിട്ടുണ്ട്. സറണ്ടർ ചെയ്ത് കഴിഞ്ഞ് സറണ്ടർ സർട്ടിഫിക്കറ്റുമായിട്ടാണ് നമ്മൾ OCA ആപ്ലിക്കേഷൻ ചെയ്യേണ്ടത്. സറണ്ടർ സർട്ടിഫിക്കറ്റ് ലഭിക്കാതെ നമുക്ക് OCA ആപ്ലിക്കേഷൻ ചെയ്യാൻ സാധിക്കില്ല. ആപ്ലിക്കേഷൻ റിജക്റ്റ് ആവുന്നതാണ്. OCA അപ്ലൈ ചെയ്യാനുള്ള മെയിൻ ബെനിഫിറ്റ് എന്ന് പറയുന്നത്, കാരണം ഞാൻ പറഞ്ഞു നമ്മുടെ ഇന്ത്യൻ ഡ്യുവൽ സിറ്റിസൺഷിപ്പ് അലൗഡ് അല്ല. അപ്പോൾ നമുക്ക് ഫോറിൻ പാസ്പോർട്ട് കിട്ടിക്കഴിഞ്ഞ് ഇന്ത്യയിൽ പോകുന്ന എല്ലാ സമയത്തും നമുക്ക് വിസ അപ്ലൈ ചെയ്ത് വേണം നമുക്ക് ഇന്ത്യയിൽ പോകാൻ. OCA കാർഡ് അപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് OCA കാർഡ് വെച്ചുകൊണ്ട് നമുക്ക് ഇന്ത്യയിൽ വിസ ഇല്ലാതെ തന്നെ നമുക്ക് ഇന്ത്യയിൽ വിസിറ്റ് ചെയ്യാവുന്നതാണ്. ഇതല്ലാതെ OCA കാർഡിന് കുറച്ചധികം ബെനിഫിറ്റ്സ് ഉണ്ട്. എന്തുവായാലും OCA കാർഡ് അപ്ലൈ ചെയ്യാനായിട്ട് അക്സെപ്റ്റ് ചെയ്തിട്ട് കണ്ടിന്യൂ ചെയ്യുക. കണ്ടിന്യൂ ചെയ്തതിന് ശേഷം വരുന്ന ലിങ്കിൽ നിന്ന് നിങ്ങൾക്ക് ഒരു ക്യാപ്ചർ കോഡ് ഉണ്ട്. ക്യാപ്ചർ കോഡ് എൻ്റർ ചെയ്യുക. എൻ്റർ ചെയ്ത് നിങ്ങൾ റിയൽ ഹ്യൂമൻ ആണെന്ന് തെളിയിക്കുന്ന ഒരു കമ്പ്യൂട്ടറൈസ്ഡ് മെത്തേഡാണത്. അത് എൻ്റർ ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് ഫിൽഡ് ആപ്ലിക്കേഷൻ ഉണ്ട്. കംപ്ലീറ്റ് പാർഷ്യലി ഫിൽഡ് ആപ്ലിക്കേഷൻ. നമ്മൾ ഫിൽഡ് ആപ്ലിക്കേഷനാണ് എടുക്കേണ്ടത്. അതിൻ്റെ അകത്ത് OCA രജിസ്ട്രേഷൻ ഫോമാണ് ഇപ്പോൾ കാണുന്നത്. അതിൻ്റെ അകത്ത് പ്ലേസ് ഓഫ് സബ്മിഷൻ, ഏത് സ്ഥലത്താണ് നിങ്ങൾ സബ്മിറ്റ് ചെയ്യുന്നത്, സർനെയിം, ഗിവൺ നെയിം, അതുപോലെ തന്നെ ജെൻഡർ, ഡേറ്റ് ഓഫ് ബർത്ത്, country of birth, place of birth, current nationality. You have to put British nationality. If your new nationality is British, you have to put British nationality. കാരണം നമ്മൾ പുതിയ ഒരു ഫോറിൻ പാസ്പോർട്ട് കിട്ടിക്കഴിയുമ്പോൾ നമ്മുടെ നാഷണാലിറ്റി ഓട്ടോമാറ്റിക് ചേഞ്ച് ആവും. അതുപോലെ തന്നെ ഇന്ത്യൻ നാഷണാലിറ്റി ഓട്ടോമാറ്റിക് ചേഞ്ച് ആയതിനു ശേഷം നമ്മുടെ ഇന്ത്യൻ നാഷണാലിറ്റി പോകുന്നതാണ്. പക്ഷേ നമ്മുടെ പാസ്പോർട്ട് സറണ്ടർ ചെയ്യേണ്ടതാണ്. അതുകൊണ്ടാണ് നമ്മുടെ കൊടുത്തിരിക്കുന്ന ആപ്ലിക്കേഷനിൽ ഫസ്റ്റ് പേജ് കൊടുത്തിരിക്കുന്ന ഡീറ്റെയിൽസിൽ നമ്മൾ ഫില്ല് ചെയ്യുമ്പോൾ കറണ്ട് നാഷണാലിറ്റി ആയിട്ട് ഫോറിൻ നാഷണാലിറ്റി വരുന്നത്. ഫോർ മൈ കേസ് ഇറ്റ് ഈസ് ബ്രിട്ടീഷ് നാഷണാലിറ്റി. ഇപ്പം കാനഡ ആണെങ്കിലും USA ആണെങ്കിലും വേറെ ഏത് നാഷണാലിറ്റി ആണെങ്കിലും നിങ്ങൾ ആ ഒരു സ്ഥലത്ത് കറണ്ട് നാഷണാലിറ്റി ഉള്ളത് നിങ്ങളുടെ കറണ്ട് ഏത് വാലിഡ് പാസ്പോർട്ടാണോ ആ പാസ്പോർട്ടിൻ്റെ നാഷണാലിറ്റിയാണ് വെക്കാൻ. അതുപോലെ തന്നെ നാഷണൽ ഐഡൻറ്റിഫിക്കേഷൻ നമ്പർ നിങ്ങൾക്ക് വെക്കാം. അതുപോലെ തന്നെ വിസിബിൾ മാർക്ക്, ഇപ്പം എന്തെങ്കിലും മോൾ ചിഹ്നിലുണ്ട്, അതുപോലെ എന്തെങ്കിലും വിസിബിൾ മാർക്ക് നിങ്ങളുടെ പഴയ SSLC സർട്ടിഫിക്കറ്റൊക്കെ നോക്കുകയാണെങ്കിൽ അതിൽ തന്നെ കൊടുത്തിട്ടുണ്ട്. ആ വിസിബിൾ മാർക്ക് അത് ഐഡൻറ്റിഫിക്കേഷന് വേണ്ടിയുള്ള ആണ്. വേറെ ഒരു രാജ്യത്തും ഇങ്ങനൊരു വിസിബിൾ മാർക്സ് ഐഡൻറ്റിഫൈ ചെയ്യാൻ വരുന്നില്ല. ഇന്ത്യ എന്ന് പറയുന്ന രാജ്യത്താണ് നമുക്ക് പ്രധാനമായിട്ടും ഈ ഒരു ഡീറ്റെയിൽസ് ചോദിക്കുന്നത്. അത് കഴിഞ്ഞ് ആപ്ലിക്കൻ പാസ്പോർട്ട് ഡീറ്റെയിൽസ് ആണ് ചോദിക്കുന്നത്. പാസ്പോർട്ട് ഡീറ്റെയിൽസ് പുതിയ പാസ്പോർട്ടിൻ്റെ ഡീറ്റെയിൽ ആണ് കൊടുക്കുന്നത്. ഫോർ എക്സാമ്പിൾ നിങ്ങൾ ബ്രിട്ടീഷ് പാസ്പോർട്ട് ആണെങ്കിൽ ബ്രിട്ടീഷ് പാസ്പോർട്ടിൻ്റെ ഡീറ്റെയിൽസ് ആണ് കൊടുക്കേണ്ടത്. ഈ ഒരു സമയത്താണ് ഒത്തിരി ആൾക്കാർക്ക് ഡൗട്ട് വരുന്നത്, നമ്മുടെ സറണ്ടർ ചെയ്ത പാസ്പോർട്ടിൻ്റെ ഡീറ്റെയിൽസ് ആണോ, അതായത് ഇന്ത്യൻ പാസ്പോർട്ടിൻ്റെ ഡീറ്റെയിൽസ് ആണോ കൊടുക്കേണ്ടത് ലിയോ എന്ന്. ഇന്ത്യൻ പാസ്പോർട്ടിൻ്റെ അല്ല, നിങ്ങളുടെ കറണ്ട് നാഷണാലിറ്റി ഉള്ള ഏത് പാസ്പോർട്ടാണോ ആ ഫോറിൻ പാസ്പോർട്ടിൻ്റെ ഡീറ്റെയിൽസ് ആണ് അവിടെ കൊടുക്കേണ്ടത്. അതിനുശേഷം ആപ്ലിക്കൻ്റ് ഫാമിലി നെയിംസ് ആണ് കൊടുക്കേണ്ടത്. ഫാദേഴ്സ് നെയിം, ഫാദേഴ്സ് നാഷണാലിറ്റി, ഫാദേഴ്സ് പ്രൊഫഷൻ, മദേഴ്സ് നെയിം, മദേഴ്സ് നാഷണാലിറ്റി, മദേഴ്സ് പ്രൊഫഷൻ,
അങ്ങനെയുള്ള കുറേ ഡീറ്റെയിൽസ് നമ്മളവിടെ കൊടുക്കണം. കാരണം എല്ലാവർക്കും OCA കാർഡ് കിട്ടാൻ വേണ്ടി ഡയറക്റ്റ് നിങ്ങൾ പാസ്പോർട്ട് സറണ്ടർ ചെയ്ത് വഴിയല്ല, നമുക്ക് കുറേ അധികം മെത്തേഡ്സ് ഉണ്ട്. കുറേ അധികം മെത്തേഡ്സ് എന്ന് പറയുമ്പോൾ ഇപ്പോൾ നമ്മൾക്ക് നമ്മുടെ ആൻസസ്റ്റേഴ്സ് ഇന്ത്യയിലാണെങ്കിൽ അങ്ങനെയുള്ളവർ OCA കാർഡ് അപ്ലൈ ചെയ്യുന്നുണ്ട്. അങ്ങനെയുള്ളവർക്ക് വേണ്ടിയാണ് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പ്രധാനമായിട്ട് ചോദിച്ചിരിക്കുന്നത്. ഇത് കോമൺ ഫോംസ് ആയതുകൊണ്ട് വി ഹാവ് ടു ഫിൽ എവറിത്തിങ്. അതിനുശേഷം വരുന്നതിനകത്ത് നിങ്ങളുടെ ഓക്യുപ്പേഷൻ ഡീറ്റെയിൽസ് ആണ് കൊടുക്കേണ്ടത്. ഓക്യുപ്പേഷൻ, അഡ്രസ് ഓഫ് എംപ്ലോയർ, അഡ്രസ് ലൈന്, എംപ്ലോയർ കോൺടാക്ട് നമ്പർ കൊടുക്കണം. അതുപോലെ തന്നെ ആപ്ലിക്കൻ്റ് അഡ്രസ് ഡീറ്റെയിൽസ് കൊടുക്കണം. പ്രസൻറ്റ് അഡ്രസ് ഇത് കറക്റ്റായിട്ടും കൊടുക്കണം. കാരണം എന്ന് വെച്ചാൽ നമ്മുടെ OCA കാർഡ് പ്രിൻറ്റ് ചെയ്യുമ്പോൾ അതിൻ്റെ അകത്ത് അഡ്രസ്സ് വരുന്നത് ഈ ഒരു അഡ്രസ്സ് വെച്ചിട്ടാണ്. പിന്നെ ടെലിഫോൺ നമ്പർ, ഇമെയിൽ അഡ്രസ്സും കൊടുക്കണം കറക്റ്റായിട്ട്. അത് കഴിഞ്ഞിട്ട് വെരിഫൈ ആപ്ലിക്കേഷൻ ഇൻഫർമേഷൻ, നിങ്ങൾ കൊടുത്തിരിക്കുന്ന ഡീറ്റെയിൽസ് എല്ലാം കറക്റ്റാണോ എന്ന് ചെക്ക് ചെയ്യുക, ഇൻക്ലൂഡിങ് ദ സ്പെല്ലിംഗ്. കാരണം OCA കാർഡിനകത്ത് എറർ വരുവാണെങ്കിൽ നമ്മളത് റീചേഞ്ച് ചെയ്യാൻ വേറൊരു ആപ്ലിക്കേഷൻ കൊടുക്കണം, വീണ്ടും അത് സബ്മിറ്റ് ചെയ്യണം. നമ്മൾ പല രാജ്യത്തും പല ബിസിയിലുമായിരിക്കും വർക്ക് ചെയ്യുന്നത്. ഇതിൻ്റെ ഇടയ്ക്ക് നമുക്ക് ഇങ്ങനൊരു ആപ്ലിക്കേഷൻ അപ്ലൈ ചെയ്യാനുള്ള ടൈമൊക്കെ നമുക്ക് എപ്പോഴും കിട്ടണമെന്ന് വരില്ല. അതുകൊണ്ട് നിങ്ങൾ അപ്ലൈ ചെയ്യുമ്പോൾ കറക്റ്റ് ടൈം എടുത്ത് അത് അപ്ലൈ ചെയ്യുക. ഡീറ്റെയിൽസ് എല്ലാം കറക്റ്റാണെന്ന് ഫില്ല് ചെയ്യുന്ന ഉറപ്പ് വരുത്തുക, ഇൻക്ലൂഡിങ് പാസ്പോർട്ട് ഇൻഫർമേഷൻ ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം നമ്മൾ ഇത് ഡയറക്റ്റ് സബ്മിറ്റ് ചെയ്യുന്ന സമയത്ത് എന്തെങ്കിലും ഒരു ഇൻകറക്റ്റ് ആയിട്ടുള്ള ഡീറ്റെയിൽസ് അതിൽ കൊടുത്തിട്ടുണ്ടെങ്കിൽ നമ്മൾ വീണ്ടും ഈ ആപ്ലിക്കേഷൻ ആദ്യം മുതലേ ചെയ്യേണ്ടി വരും. അതിനുശേഷം ഇത് സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞ് എൻ്റെ റെഫറൻസ് നമ്പർ നമ്മൾ ചെയ്തു വെക്കുക. പിന്നെ അടുത്ത സ്റ്റെപ്പായിട്ട് വരുന്നത് വെച്ചാൽ ആപ്ലിക്കൻ്റെ സിഗ്നേച്ചർ ഇമേജും വേണം, ഫോട്ടോ ഇമേജും വേണം. സിഗ്നേച്ചർ ഇമേജ് should not be larger than 500 KB. Applicant image must be square, that is aspect ratio must be 1:1. ഇപ്പോൾ ഓൺലൈൻ കൺവേർട്ടറൊക്കെ ഉപയോഗിച്ച് നമുക്ക് ചെയ്യാവുന്നതാണ്. അല്ലെങ്കിൽ നമ്മൾ അടുത്തുള്ള ഫോട്ടോ ബൂത്തിൽ പോയിട്ട് ഇന്ത്യൻ പാസ്പോർട്ട് ആപ്ലിക്കേഷൻ അല്ലെങ്കിൽ OCA ആപ്ലിക്കേഷൻ പറയുമ്പോൾ ഓട്ടോമാറ്റിക് അങ്ങനെയുള്ള ഫോട്ടോസ് നമുക്ക് കിട്ടുന്നതാണ്. മെയിൻലി നമ്മളത് പ്രിൻ്റായിട്ടല്ല, നമ്മൾ ഓൺലൈൻ സബ്മിറ്റാണ് ചെയ്യേണ്ടത്. അതുകൊണ്ട് തന്നെ ഓൺലൈനായിട്ട് മെയിലിലോ അല്ലെങ്കിൽ പെൻഡ്രൈവിലോ തരണമെന്ന് ഫോട്ടോഷോപ്പുകാരടുത്ത് പറയുക. സോ ദേ വിൽ ഡു ഇറ്റ്. ഇതിൻ്റെ ഡീറ്റെയിൽസും ഡിസ്ക്രിപ്ഷനോട് ക്ലിയർ ആയിട്ട് അവിടെ കൊടുത്തിട്ടുണ്ട്. കാരണം ഈ ഒരു സ്റ്റെപ്പ് കംപ്ലീറ്റ് ചെയ്താൽ മാത്രമേ നമ്മുടെ ഈ ഒരു ആപ്ലിക്കേഷൻ കംപ്ലീറ്റ് ആവുകയുള്ളൂ. അതുകൊണ്ട് കെയർഫുള്ളായിട്ട് ഇത് അപ്ലോഡ് ചെയ്യുക. സിഗ്നേച്ചർ ചെയ്യേണ്ട ഭാഗത്ത് സിഗ്നേച്ചറിൻ്റെ ആസ്പെക്റ്റ് എന്ന് പറയുന്നത് 1:3 ആണ്. ഇറ്റ് ഈസ് ബെറ്റർ ടു ക്രിയേറ്റ് എ ഫോൾഡർ. നിങ്ങളുടെ കമ്പ്യൂട്ടറിലോ ലാപ്ടോപ്പിലോ ഫോൾഡർ ക്രിയേറ്റ് ചെയ്തിട്ട് സിഗ്നേച്ചർ എന്ന് ഇത് കൊടുക്കുക, ഫോട്ടോസ് ഒന്ന് ഇത് കൊടുക്കുക. അപ്പോൾ നിങ്ങൾക്ക് കറക്റ്റായിട്ട് അപ്ലോഡ് ചെയ്യാൻ പറ്റും. അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞിട്ട് പിന്നെ കൊടുത്തെന്ന് വെച്ചാൽ നിങ്ങളുടെ സിറ്റിസൺസ് ഡീറ്റെയിൽസ് ആണ്, അത് കറക്റ്റായിട്ട് ഫില്ല് ചെയ്യുക. നിങ്ങളുടെ ഏതെങ്കിലും ഫാമിലി മെമ്പേഴ്സിന് OCA കാർഡ് നേരത്തെ ഉണ്ടെങ്കിൽ ആ ഡീറ്റെയിൽസ് കൊടുക്കുക. എൻ്റെ കേസിൽ എൻ്റെ ഡോട്ടറിന് ഓൾറെഡി OCA കാർഡ് ഫസ്റ്റ് അപ്ലൈ ചെയ്തിരുന്നു. അപ്പോൾ ഞാൻ അതിൻ്റെ ഡീറ്റെയിൽസ് കൊടുത്തിട്ടുണ്ട്. ഈ ഡീറ്റെയിൽസ് നിങ്ങൾക്ക് നിങ്ങളുടെ മെയിലിൽ ലഭിക്കുന്നതാണ്. ഈ ഡീറ്റെയിൽസ് കൊടുത്തു കഴിഞ്ഞിട്ട് ബാക്കിയുള്ളതിനകത്ത് ആപ്ലിക്കബിൾ ആയിട്ടുള്ള യെസ്സോ അല്ലെങ്കിൽ നോയോ ടൈപ്പ് ചെയ്താൽ നിങ്ങൾക്ക് നെക്സ്റ്റ് പേജിലോട്ട് പോകാവുന്നതാണ്. ഈ ആപ്ലിക്കേഷൻസ് ഫില്ല് ചെയ്ത് കഴിഞ്ഞ് സബ്മിറ്റ് ചെയ്യുക. ഇനിയുള്ള സ്റ്റെപ്പ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നിങ്ങൾ OCA ഓൺലൈൻ സർവീസിൽ പോകുക. എന്നിട്ട് OCA ഡോക്യുമെൻ്റ് അപ്ലോഡ് ക്ലിക്ക് ചെയ്തിട്ട് റിക്വയർഡ് ആയിട്ടുള്ള ഡോക്യുമെൻറ്റ്സ് അപ്ലോഡ് ചെയ്യുക, ഇൻക്ലൂഡിങ് നമ്മുടെ പാസ്പോർട്ട്, റീസെൻറ്റ് യൂട്ടിലിറ്റി ബില്ല്, അങ്ങനെയുള്ള ഇമ്പോർട്ടൻറ്റ് ഡോക്യുമെൻറ്റ്സ് അപ്ലോഡ് ചെയ്യുക. OCA ഇമേജ് അപ്ലോഡ് ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് യൂസ് ചെയ്യാവുന്നതാണ്. സബ്മിറ്റ് ചെയ്തതിന് ശേഷം OCA മിസ്ലേനിയസ് സർവീസിൽ പോയി നിങ്ങൾക്ക് ആപ്ലിക്കേഷൻ പ്രിൻ്റ് എടുക്കാവുന്നതാണ്. അടുത്ത സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നിങ്ങൾ VFS ഗ്ലോബലിലാണ് നിങ്ങളുടെ ഓൺലൈൻ അപ്ലൈ ചെയ്തിട്ടുള്ള ഈ OCAയുടെ ഫിസിക്കൽ ഡോക്യുമെൻറ്റ്സ് സബ്മിറ്റ് ചെയ്യേണ്ടത്. അതിനായിട്ട് എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ VFS ഗ്ലോബലിൻ്റെ വെബ്സൈറ്റ് എടുക്കുക. VFS ഗ്ലോബലിൻ്റെ വെബ്സൈറ്റിൽ നിന്ന് OCA സർവീസ് എടുക്കുക. ഇന്ത്യൻ OCA സർവീസിൽ നിന്ന് അപ്പോയിൻമെൻറ്റ് ബുക്ക് ചെയ്യാവുന്നതാണ്. നിങ്ങൾക്ക് നിങ്ങളുടെ ഇന്ത്യൻ പാസ്പോർട്ട് സർവീസ് ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് OCA സർവീസ് കാണാവുന്നതാണ്. OCA സർവീസിൽ നിന്ന് നിങ്ങൾക്ക് ഷെഡ്യൂൾ അപ്പോയിൻമെൻറ്റ് എടുക്കുക. ഷെഡ്യൂൾ അപ്പോയിൻമെൻറ്റിന് ശേഷം നിങ്ങൾക്ക് നിങ്ങളുടെ ഒറിജിനൽ ഡോക്യുമെൻറ്റ്സ് ഷെഡ്യൂൾഡ് അപ്പോയിൻമെൻറ്റ് ടൈമിൽ നിങ്ങൾക്ക് VFS ഗ്ലോബലിൽ സബ്മിറ്റ് ചെയ്യാവുന്നതാണ്. ഷെഡ്യൂൾ അപ്പോയിൻമെൻറ്റിന് ശേഷം നിങ്ങൾക്ക് അതിൻ്റെ ഷെഡ്യൂൾഡ് അപ്പോയിൻമെൻറ്റിൻ്റെ പ്രിൻറ്റ് നിങ്ങളുടെ മെയിൽ ലഭിക്കുന്നതാണ്. പ്രിൻറ്റ് ലഭിച്ചില്ലെങ്കിൽ നിങ്ങൾക്ക് സെർച്ച് പ്രിൻ്റ് എടുക്കുക, എന്നിട്ട് നിങ്ങളുടെ അപ്പോയിൻമെൻറ്റ് സബ്മിറ്റ് ചെയ്യുക.
OC അപ്പോയിൻമെൻറ്റ് എടുക്കാൻ വളരെ എളുപ്പമാണ്. ബുക്ക് ആൻഡ് അപ്പോയിൻമെൻറ്റ് എടുക്കുക, സെലക്ട് സർവീസ് എടുക്കുക. നിങ്ങൾ ഏത് സർവീസാണ് അപ്ലൈ ചെയ്യുന്നത്, നമ്മളിപ്പോൾ എടുക്കുന്നതെന്ന് വെച്ചാൽ നമ്മുടെ OC ആണ്. OC ക്ലിക്ക് ചെയ്യുക. സെലക്ട് ലൊക്കേഷൻ, ഏത് ലൊക്കേഷനിലാണ്. ഇപ്പം ഞാൻ UK ആണ് സെലക്ട് ചെയ്തത്. UK ഏതൊക്കെ VFS സെൻറ്ററിൽ നിങ്ങൾക്ക് OC ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്യാൻ പറ്റും എന്നതിൽ കാണാവുന്നതാണ്. ഇപ്പോൾ നോക്കുമ്പോൾ കൊടുത്തിന് ഗ്രീൻ നമ്പേഴ്സ്, ഈ ഡേറ്റ്സ് എല്ലാം നമുക്ക് അവൈലബിൾ ആണ്. അതിലൊരു ഡേറ്റ് ക്ലിക്ക് ചെയ്യുക, സബ്മിറ്റ് ചെയ്യുക. OC ആപ്ലിക്കേഷൻ വളരെ സിമ്പിളാണ്. ഇത്രയേ ഉള്ളൂ നമ്മുടെ OC ഓൺലൈൻ ആപ്ലിക്കേഷനും അതുപോലെ തന്നെ എൻ്റെ അപ്പോയിൻമെൻറ്റ് എടുക്കുന്ന രീതിയും. പ്രധാനമായിട്ട് OC ആപ്ലിക്കേഷൻ ചെയ്യുമ്പോൾ ചെയ്യേണ്ട കാര്യമെന്ന് പറയുന്നത് നിങ്ങളുടെ ഫോട്ടോയും അതുപോലെ തന്നെ സിഗ്നേച്ചർ ആസ്പെക്ട്സും അതുപോലെ തന്നെ കൊടുത്തിരിക്കുന്ന ഫയൽ സൈസും കറക്റ്റാണെന്ന് ഉറപ്പുവരുത്തുക. പിന്നെ വെച്ചാൽ നിങ്ങൾ അപ്ലോഡ് ചെയ്യുമ്പോൾ ഡോക്യുമെൻറ്റ്സ് കറക്റ്റായിട്ട് അപ്ലോഡ് ചെയ്യുക. അതുപോലെ തന്നെ സെയിം ഡോക്യുമെൻറ്റ് നിങ്ങളുടെ VFS ഗ്ലോബലിൽ സമയത്തും സബ്മിറ്റ് ചെയ്യുക. ഇത്രയേ ഉള്ളൂ ഓൺലൈൻ OC ആപ്ലിക്കേഷൻ. സിമ്പിളായിട്ട് ചെയ്യാവുന്നതാണ്. അപ്പോൾ താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് ടുഡേയ്സ് വീഡിയോ. പ്ലീസ് സബ്സ്ക്രൈബ് അവർ ചാനൽ. താങ്ക് യു.